പൂക്കളിന് വിഷം തെളിച്ച് ഒരാളെ കൊല്ലാനൊക്കെ കഴിയും. അരവിന്ദൻ സാറിന്റെ അനിയത്തെ കൊന്നത് അങ്ങനെയല്ലേ? അത് നിനക്കെങ്ങനെ അറിയാം? മരിക്കുന്നതിന് മുൻപ് ജയ അരവിന്ദൻ സാറിന് ഒരു എഴുത്ത് എഴുതിയിരുന്നു. അത് എനിക്കാ കിട്ടിയത്. ഓ കൊള്ളാം, കഥ സൂപ്പർ ആയിട്ടുണ്ട്. ഏട്ടനും എനിക്ക് എതിരെയുള്ള തെളിവുകള് ബാക്കി വെച്ചിട്ടാണ് എന്റെ ഏട്ടത്തിയമ്മ മരിച്ചത് പോലും. ആ എഴുത്തേ ഈ ഇരിക്കുന്ന എല്ലാവരും നീ ഒന്ന് കാണിക്ക്, എന്നിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. ആ ലെറ്റർ എവിടെയുള്ളത്? വീട്ടിലാണോ? വേഗം പോയി എടുത്തിട്ട് വാ. അല്ലെങ്കിൽ തനിച്ചു പോണ്ട, ഞാനും വരാം. വാ. ആ എഴുത്ത് എന്റെ കയ്യിലില്ല സർ. നിന്റെ കയ്യിലില്ലേ? പിന്നെ ആരുടെ കയ്യില? ഇവനെ കസ്റ്റഡിയിലെടുക്കാൻ എനിക്ക് ആ ലെറ്റർ മാത്രം മതി. ജാസ്മിൻ അത് കത്തിച്ചു കളഞ്ഞു. ജാസ്മിനോ? ഞാൻ കത്തിച്ചളഞ്ഞോ? കൊള്ളാം, എന്തൊക്കെ കഥകളാ പാർവതി. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. ആ എഴുത്ത് കത്തിച്ചപ്പോഴാ ജാസ്മിന്റെ വസ്ത്രത്തിന് തീ പിടിച്ചത്. അല്ല, ഇവിടെ എങ്ങനെ തീ വന്നത്? ഇവിടെ എന്തോ പേപ്പർ കത്തിയിട്ടുണ്ടല്ലോ. ഇതെന്ത് പേപ്പറാ? അതെന്തോ സാധനം പൊതിഞ്ഞോണ്ടുവന്ന പേപ്പറാ. അല്ല, ഇത് സാധനം പൊതിഞ്ഞുകൊണ്ടുവന്ന പേപ്പറൊന്നുമല്ല. നോട്ട്ബുക്കിൽ നിന്ന് കീറിയെടുത്ത പേപ്പറാ. അല്ല, ഇതിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടല്ലോ. സത്യം പറ, എന്ത് പേപ്പറായിരുന്നു? പേപ്പർ കത്തിച്ച് കളയണമെങ്കിൽ അതിലെ മറ്റാരും അറിയാൻ പാടില്ലാത്ത എന്തോ രഹസ്യം ഉണ്ടെന്ന അർത്ഥം. അരവിന്ദൻ സാറേ, ഇവളീ പറയുന്ന കഥകളൊന്നും അല്പമെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ആരും വിശ്വസിക്കില്ലെന്ന് സാറിന് തന്നെ അറിയാമല്ലോ. ദേ, മുഹൂർത്തം കഴിയാൻ ഇനി 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ദയവ് ചെയ്ത് സാർ ഇവിടുന്ന് ഒന്ന് പോയി തരണം പ്ലീസ്. പാർവതി, പൂക്കളിൽ വിഷമുണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞെങ്കിലും അത് ചെയ്ത് ജതിനും ജാസ്മിനുമാണെന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. സർ, പോയില്ല സർ. ഞാൻ പറഞ്ഞത് മുഴുവനും സത്യമാ. ഇതിന്റെ എല്ലാം പുറകിൽ ജാസ്മിനും അവളുടെ ഏട്ടനുമാ.
ഈ വിവാഹം നടന്ന വിശാൽ സാറിന്റെ ജീവൻ അപകടത്തിലാവും. തെളിവില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അരവിന്ദൻ സാർ, ഇവളെ സമ്മതിക്കണം. വിവാഹം മുടക്കാൻ അവസാന നിമിഷം വരെ ഇവള് ശ്രമിച്ചില്ലേ? ഗോപിയേട്ടാ, ഒന്ന് മറിക്കേ. വിശാലെ, നീ താലി കെട്ടു മോനെ. മേളം കൊട്ട്. മുഹൂർത്തം കഴിഞ്ഞു. വീണ്ടും മുഹൂർത്തം കുറിച്ചിട്ട് വേണം താലി കെട്ടാൻ. വീണ്ടും മുഹൂർത്തം കുറിക്കാനോ? ആ, അതിന്റെ ഒന്നും ആവശ്യമില്ല. വിശാൽ, മുഹൂർത്തത്തിലൊന്നും നിനക്ക് വിശ്വാസമില്ലല്ലോ. മോൻ താലി കെട്ടെ. വിശാൽ സാറിന് ജാസ്മിൻ വേണ്ട എന്നത് എന്റെ തീരുമാനമല്ല. പിന്നെ വിശാൽ സാറിന്റെ അമ്മയുടെ തീരുമാനം. വിശാൽ സാറ് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഗായത്രി അമ്മ തന്നെയാ എന്നോട് പറഞ്ഞത്. ജാസ്മിൻ മരുമകളായി വരുന്നത് ഗായത്രി അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന്. അമ്മേ, അമ്മേ, അമ്മ എന്താ അവിടെ നിൽക്കുന്നേ? ആൾക്കാർക്കിടയിലാണോ അമ്മ നിൽക്കേണ്ടത്? ഇങ്ങോട്ട് വാ അമ്മേ. എന്റെ അടുത്ത് വന്ന് നിൽക്ക്. നീ എന്തോ മോനെ ഈ പറയുന്നേ? ഞാൻ നിന്റെ അടുത്ത് തന്നെ അല്ലേടാ മോനെ നിൽക്കുന്നേ. ഈ അമ്മയല്ല, എന്റെ സ്വന്തം അമ്മ. എന്റെ അമ്മ അവിടെ നിൽക്കുന്നേ. അയ്യോ, എന്റെ അമ്മയുടെ കാൽ തൊട്ട് ഞാൻ അനുഗ്രഹം വാങ്ങിച്ചില്ലല്ലോ. അതുകൊണ്ടേ എന്നോട് പിണങ്ങി നിൽക്കുകയായിരിക്കും. പിണങ്ങല്ലേ അമ്മേ? ഞാൻ അങ്ങോട്ട് വന്ന് അനുഗ്രഹം വാങ്ങാം.
ഏട്ടാ വിശാൽ സർ അയ്യോ വിശാൽ വിശാൽ സർ വിശാൽ സർ വിശാൽ സർ ബ്രോ മോനെ വിശാൽ വിശാൽ സർ വിശാലെ വിശാൽ സർ മോനെ വിശാൽ സർ മോനെ വിശാൽ മോനെ വിശാൽ എന്റെ ദൈവമേ മോനെ വിശാൽ മോനെ മോനെ എന്റെ കുഞ്ഞ്. മോനെ വിശാൽ മോനെ അച്ഛാ വിശാല് വിശാൽ സർ മോനെ അയ്യോ വിശാൽ അച്ഛാ ഡാ. വിശാൽ വിശാൽ സർ വിശാൽ വിശാലെ വിശാൽ ബ്രോ മോനെ വിശാൽ വിശാൽ സർ മോനെ വിശാൽ അയ്യോ വിശാലെ ചോര. മോനെ മോനെ ഓമനെ അങ്ങളെ വണ്ടി എടുക്കടാ ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം സൂക്ഷിച്ച് പതുക്കെ മാറിങ്ങോട്ട് അയ്യോ വിശാൽ സർ അച്ഛമ്മ ജാസ്മിൻ ജാസ്മിൻ നീ എന്താ ഈ കാണിക്കുന്നേ ജാസ്മിൻ ജാസ്മിൻ നീ എന്താ ഈ കാണിക്കുന്നത് ജാസ്മിൻ നിനക്ക് എന്താ പറ്റിയേ പറഞ്ഞാ മനസ്സിലാവില്ല നിനക്ക് ഇങ്ങോട്ട് മാറിയേ മാറിക്കാനല്ലേ നിന്നോട് പറഞ്ഞത് കൊല്ലാൻ പാടില്ലായിരുന്നു അവളെ. തോൽപ്പിച്ചു കളഞ്ഞില്ലേ അവള് നമ്മളെ. അവളും വിശാലും ആ അരവിന്ദനും ചേർന്ന് നമ്മുടെ വട്ട പൂജയാക്കി കളഞ്ഞില്ലേ. പാർവതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വിശാല് നമ്മളെ ചതിച്ചതാ. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാവർക്കും. ഈ ജാസ്മിൻ ആരാണെന്ന് ഞാൻ അവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്റെ ജീവന് ഓരോരുത്തരെയും കൊണ്ട് ഞാൻ എണ്ണി എണ്ണി കണക്ക് പറയിപ്പിക്കും. ആന്റി കണ്ണി കണ്ടതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ജാസ്മിൻ ഇറങ്ങിപ്പോയി. സമനില തെറ്റിയതുപോലെ അവൾ ഇറങ്ങിപ്പോയത്. എനിക്കെന്തോ പേടിയാവുന്നു ആന്റി. അവൾ എങ്ങോട്ടാ പോയത്? അറിയില്ല ആന്റി. ബാക്ക് ഡോറിലൂടെ അവൾ ഇറങ്ങിപ്പോയത്. വിനയ് വാടാ. മോനെ വിശാൽ വിശാൽ ഡാ വിശാലേട്ടാ വിശാലേ എന്താ സംഭവിച്ചത്? വീണതാ. ഒന്ന് വേഗം എന്തെങ്കിലും ചെയ്യണേ. കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിക്കോളൂ.
നിങ്ങളോട് നിന്നാ മതി. കരയില്ലേ മോളെ? ഉദയന്നൂരമ്മയുടെ മുന്നിൽ നീ നിത്യവും തിരി തെളിയിക്കുന്നതല്ലേ? ദേവി നിന്നെ കൈവിടില്ല എന്ന് നിനക്കറിയില്ലേ? വിശാലിനൊന്നും സംഭവിക്കില്ല. അച്ഛമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട്. ചോര ഒലിപ്പിച്ചോണ്ട് ബോധമില്ലാതെ കിടക്കുന്ന വിശാൽ സാറിനെ ഉദയന്നൂരമ്മ എന്റെ മനസ്സിൽ കാണിച്ചു തന്നതാ അച്ഛമ്മ. വിശാൽ സാറിനെ അപകടപ്പെടുത്താൻ വേണ്ടി ജാസ്മിനും അവളുടെ ചേട്ടനും ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. അതുകൊണ്ടാ വിശാൽ സാറിന്റെ അടുത്ത് പോലും പോവാതെ ഞാൻ ആൾക്കാരുടെ ഇടയിൽ തന്നെ നിന്നത്. എങ്ങനെയാണ് വിശാൽ സാറിന് അപകടം സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അമ്മയും പ്രതാപൻ സാറിനെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു. വിശാൽ സാറിനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അച്ഛമ്മ. അത് നിന്റെ കുറ്റമല്ല മോളെ. നീ കരയാതിരിക്കേ. ഗായത്രിയമ്മ അവിടെ ഉണ്ടായിരുന്നുവെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ പാർവതി? നിന്റെ മുന്നിൽ മാത്രമേ ഗായത്രിയമ്മ വരാറുള്ളൂ. അല്ലെങ്കിൽ നിനക്ക് മാത്രമേ ഗായത്രിയമ്മയെ കാണാൻ കഴിയുള്ളൂ. അമ്മയൊന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് വിശാൽ ബ്രോ നിന്നോട് പലതവണ ചോദിച്ചതല്ലേ? അമ്മയൊന്ന് മുന്നിൽ വരുമോന്ന് ഗായത്രിയമ്മയുടെ ഫോട്ടോ നോക്കി വിശാൽ ബ്രോ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വിശാൽ ബ്രോയുടെ മുന്നിൽ ഗായത്രിയമ്മ ഒരിക്കൽ പോലും ചെന്നിട്ടില്ലെന്നാ എന്റെ വിശ്വാസം. ബ്രോയുടെ മുന്നിൽ ഗായത്രിയമ്മയെ എത്തിക്കാൻ നീ എന്തോ പൂജ ചെയ്തിരുന്നില്ലേ? അതും സക്സസ് ആയില്ലല്ലോ. നീ സത്യം പറ, ഗായത്രിയമ്മ മണ്ഡപത്തിൽ വന്നിരുന്നു നീ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ മനസ്സിൽ ഈ സംശയമുണ്ട്. ഞങ്ങൾക്കാർക്കും ഗായത്രിയുടെ ആത്മാവിനെ കാണാൻ കഴിയില്ലെങ്കിലും നിനക്ക് കാണാൻ കഴിയുമല്ലോ. വിശാല് പറഞ്ഞതുപോലെ ആൾക്കാർക്കിടയിൽ ഗായത്രി നിൽപ്പുണ്ടായിരുന്നോ? എനിക്കറിയില്ല അച്ഛമ്മ. ഞാൻ കണ്ടില്ല. വിശാൽ ബ്രോയുടെ ഡ്രാമ ആയിരിക്കും ഇനി. എനിക്കൊന്നും അറിയില്ല ഗാർഗി. ബോധമില്ലാതെ കിടക്കുന്ന വിശാൽ സാറിന്റെ മുഖം എന്റെ മനസ്സിൽ. വിശാൽ സാറ് കണ്ണു തുറന്ന് കാണൂ ഗാർഗി. അച്ഛമ്മേ, എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് പോണം. അദ്ദേഹത്തെ കണ്ടില്ലെങ്കിൽ ഞാൻ ഉരുകി ചത്തുപോകും. ഗാർഗി, നീ ആ ഓമനക്കുട്ടിനെ ഒന്ന് വിളിച്ചേ. ശരി അച്ഛമ്മേ. ഹലോ ഗാർഗി, കാഷ്വാലിറ്റി കയറ്റി. ആ ശരി ശരി, ഞാനിപ്പോ വരാം. ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലാ. ഓ ശരി. അങ്ങളെ, അമ്മയ്ക്കും പാർവതിക്കും ഇങ്ങോട്ട് വരണമെന്ന്. ഞാൻ അവരെയും കൂട്ടിട്ട് വരാം.